ഒരു സ്മാൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഷോപ്പിഫൈയിൽ താങ്ങാവുന്നതിലും അധികമുള്ള ചാർജസ് ആണ്. അപ്പോൾ നമുക്ക് ഷോപ്പിഫൈയിൽ നമ്മുടെ റേറ്റ് അല്ലെങ്കിൽ എമൗണ്ട് ഏറ്റവും കുറച്ച് നമ്മുടെ വെബ്സൈറ്റ് എങ്ങനെ ബിൽഡ് ചെയ്യാം, ഇങ്ങനെയുള്ള കുറച്ച് ടിപ്സ് ആണ് ഈ വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലോട്ട് നമുക്ക് പോവാം. അതായത് നമ്മൾ ഷോപ്പിഫൈയിലെ ബേസിക് പ്ലാൻ ചാർജസ് വരുന്നത് ആദ്യത്തെ 7 ദിവസം ഒരു ഫ്രീ ട്രയൽ പോലെയാണ്. അതായത് നമ്മൾക്ക് എമൗണ്ട് ഒന്നും ആകത്തില്ല. അതിനുശേഷമുള്ള 3 മാസം 20 രൂപ പെർ മന്ത് ആണ് ഷോപ്പിഫൈയുടെ ചാർജസ് വരുന്നത്. എന്നാൽ അതിനുശേഷം ഒരു ബേസിക് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ കഴിയൂ. ആ ബേസിക് പ്ലാൻ വരുന്നത് 1994 ആണ്. അതായത് 1994 രൂപ വരുന്നുണ്ട് നമുക്ക്. പ്ലസ് 18% GST കൂടെ ഇതിൽ ആഡ് ആവും. സോ നമുക്ക് ഈ ഒരു എമൗണ്ട് ഉണ്ടെങ്കിലും മാത്രമേ ഷോപ്പിഫൈ വെബ്സൈറ്റ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയൂ. എന്നാൽ ഇയർലി ചെയ്യുമ്പോൾ ഈ പ്ലാൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് 1499 ആണ് ആവുന്നത്. അതായത് പെർ മന്ത് എറൗണ്ട് 495 രൂപയോളം നമുക്ക് ലാഭം കിട്ടുന്നുണ്ട് ഇതില്. എന്തായാലും നമ്മൾ ഷോപ്പിഫൈ വെബ്സൈറ്റ് നമുക്ക് ഒരു ലോങ് ടൈം ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. ഒരു 2 മന്തോ 3 മന്തോ ആയിരിക്കില്ല ആരും ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 1 ഇയർ പ്ലാൻ ചെയ്യുന്നതിലൂടെ നമുക്ക് എറൗണ്ട് ഒരു 5900 രൂപ നമുക്കിതിൽ ലാഭം കിട്ടും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഷോപ്പിഫൈ വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഒരു പെയ്ഡ് തീം വെച്ച് സ്റ്റാർട്ട് ചെയ്യാതിരിക്കുക. കാരണം പെയ്ഡ് തീമിന് എറൗണ്ട് ഒരു 14,000 അല്ലെങ്കിൽ 20,000 രൂപയോളം നമുക്ക് ചാർജസ് ആവുന്നതാണ്. സോ ഫ്രീ തീംസ് തന്നെ മതിയാവും ഷോപ്പിഫൈയിൽ നല്ലൊരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ നമ്മൾ തുടക്കത്തിലാണെങ്കിൽ നമ്മൾ ആദ്യമേ കയറി പെയ്ഡ് തീംസ് പ്രിഫർ ചെയ്യാതിരിക്കുക. ഇനി മൂന്നാമത്തത്, നമ്മള് ഒരുപാട് ആപ്പ് ഇവരെ ഷോപ്പിഫൈ ആപ്പ് സ്റ്റോറിലുണ്ട്. കുറെ ഫ്രീ ഉണ്ട്, പെയ്ഡ് ഉണ്ട്. അപ്പോൾ എല്ലാ പെയ്ഡ് ആപ്പിനും അൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫ്രീ ആപ്സും ഇതിൽ അവൈലബിൾ ആണ്. സോ ആദ്യമേ ഒരുപാട് പെയ്ഡ് ആപ്പുകൾ സെലക്ട് ചെയ്യാതിരിക്കുക. അത് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് പെയ്ഡ് ആപ്പുകളെല്ലാം മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ബേസ് ആണ്. അതായത് ഇതെല്ലാം ഡോളറിലാണ് കൺവേർഷൻ. അതായത് നമുക്ക് ചിലപ്പോൾ ഒരു 500 രൂപ പെർ മന്ത് ആയിരിക്കും. സോ നമ്മളതിന് ലൈഫ് ലോങ് കൊടുക്കേണ്ടി വരും ആ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ് ആവുമ്പോൾ. സോ അങ്ങനെയുള്ള ആപ്പ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അതായത് നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് വളരെ കുറവാണെങ്കിൽ ഇങ്ങനെയുള്ള പെയ്ഡ് ആപ്സുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യാൻ, അതായത് നമുക്ക് റേഷ്യോ മാറ്റാൻ, അതിൽ മെറ്റാ ടാഗ് ആഡ് ചെയ്യാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് തന്നെ പല വെബ്സൈറ്റുകളും ഉണ്ട്. അതായത് നമുക്ക് ഇതിന്റെ പിക്സൽ മാറ്റാം, അതുപോലെ മെറ്റാ ടാഗ് നമുക്ക് തന്നെ ആഡ് ചെയ്യാം, റീസൈസ് ചെയ്യാം. ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പുറത്തുനിന്ന് ഒരാളെ ഹയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ പേയ്മെന്റ് ഗേറ്റ്വേ, ഒരു നല്ല പേയ്മെന്റ് ഗേറ്റ്വേ എടുക്കുക. പല പേയ്മെന്റ് ഗേറ്റ്വേസിനും പല ചാർജസ് ആണ്. അതായത് ഓരോ ട്രാൻസാക്ഷനും ഇപ്പൊ 1.9% അല്ലെങ്കിൽ 1.2%, 1 അല്ലെങ്കിൽ 2% എമൗണ്ട് അവര് ഡിഡക്റ്റ് ആക്കും. സോ തുടക്കത്തില് നമ്മൾ അത്യാവശ്യം ബഡ്ജറ്റ് കുറച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും പേയ്മെന്റ് ചാർജസ് കുറഞ്ഞ പേയ്മെന്റ് ഗേറ്റ്വേസ് പ്രിഫർ ചെയ്യുക. ചില സമയങ്ങളിൽ ചില പേയ്മെന്റ് ഗേറ്റ്വേസിന് ഓഫേഴ്സ് കാണും. അതായത് 3 മാസം ചാർജസ് കാണത്തില്ല. സോ അങ്ങനെയുള്ള പ്രിഫർ ചെയ്യാം. സോ മാറി മാറി വേണമെങ്കിൽ പേയ്മെന്റ് ഗേറ്റ്വേസ് ആഡ് ചെയ്യുക. അതായത് ഒരു 6 മാസം നമുക്കിപ്പോൾ ഓഫർ ഉള്ള പേയ്മെന്റ് ഗേറ്റ്വേ യൂസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് 6 മാസം മറ്റൊരു പേയ്മെന്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഡൊമെയിൻ സെലക്ട് ചെയ്യുന്ന അടുത്തതായിട്ട്, അതായത് ഡൊമെയിൻ .com ഡൊമെയിന് എപ്പോഴും താരതമ്യേന റേറ്റ് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ തുടക്കക്കാരാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് .netോ മറ്റൊരു ഡൊമെയിനോ സെലക്ട് ചെയ്യാം. അപ്പൊ ഡൊമെയിൻ വാങ്ങാനായിട്ട് പല വെബ്സൈറ്റുകളുണ്ട്. അപ്പോൾ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് കിട്ടുന്ന വെബ്സൈറ്റുകളിൽ നിന്ന് ഡൊമെയിൻ മേടിക്കുക. .com തന്നെ വേണമെന്ന് ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. ഇനി ഷോപ്പിഫൈക്ക് തന്നെ ബിൽഡ് ഇൻ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് ഡിസ്കൗണ്ട് ആഡ് ചെയ്യാനായിട്ട്, മെസ്സേജിങ് ചെയ്യാനായിട്ട് ഷോപ്പിഫൈയുടെ തന്നെ ഓൺ ആയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഇത് യൂസ് ചെയ്ത് നോക്കുക. കാരണം ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചറും നമുക്ക് ഇതിൽ തന്നെ ഉണ്ട്. സോ നമ്മൾ പല ആൾക്കാരും ചെയ്യുന്നത് ഡിസ്കൗണ്ടിന് മറ്റൊരു ആപ്പ്, മെസ്സേജ് ചെയ്യാൻ മറ്റൊരു ആപ്പ്. സോ ഇതിന്റെ ആവശ്യമില്ല. സോ ഷോപ്പിഫൈ നിങ്ങളൊരു ബിഗിനേഴ്സ് ആണെങ്കിൽ ഇങ്ങനെയുള്ള ബേസിക് ഫ്രീ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. ഇനി അടുത്തത്, പല ആൾക്കാരും ചെയ്യുന്നത് തുടക്കത്തിലെ നമ്മളൊന്ന് ട്രൈ പോലും ചെയ്യാതെ ഒരു
എക്സ്പേർട്ടിനെ വിളിക്കുകയും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും. അപ്പൊ ഇതിന്റെ ഏറ്റവും ഡിസ്കംഫർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 10 പ്രോഡക്ട്സിനായിരിക്കും ചിലപ്പോൾ അവർ ചാർജ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 50 പ്രോഡക്റ്റ് ആഡ് ചെയ്യണമെങ്കിലും നമുക്ക് ഇവരെ തന്നെ ഹയർ ചെയ്യണം. കാരണം നമുക്ക് കംപ്ലീറ്റ്ലി അറിയില്ല എങ്ങനെയാണ് പ്രോഡക്റ്റ് ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന്. സോ ഗ്രാജുവലി നമ്മൾ എല്ലാ തവണയും ഇവരെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ നിങ്ങളും പ്രോഡക്റ്റ് ബേസിക് കാര്യങ്ങളായ പ്രോഡക്റ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം, അതിലെങ്ങനെ എഡിറ്റിംഗ് പറ്റണം, സോ ഇത് പഠിച്ചിരിക്കുക. ഇനി അടുത്തത്, നമ്മൾ ഷിപ്പിംഗ് ചെയ്യുന്ന സമയങ്ങളിൽ, അതായത് നമ്മൾ എല്ലാവർക്കും ഫ്രീ ഷിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുക. അതായത് ഷിപ്പിങ്ങിന് പല ത്രെഷോൾഡ് സെറ്റ് ചെയ്യുക. അതായത് നമ്മൾ ഒരു എമൗണ്ട് വരെ 2500 മുകളിൽ വാങ്ങുന്ന എല്ലാവർക്കും ഫ്രീ ഷിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് താഴെ, അതായത് ഒരു 1000 താഴെ എല്ലാവർക്കും നമ്മളൊരു വെയിറ്റ് വെച്ചിട്ട് 99 രൂപയ്ക്ക് അല്ലെങ്കിൽ 90 രൂപയ്ക്ക് ഷിപ്പ് ചെയ്യും. സോ അതിന് ഇടയ്ക്കൊരു എമൗണ്ടിനാണെങ്കിൽ 120 രൂപയ്ക്ക് നമ്മൾ ഷിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യും. സോ ഷിപ്പിങ്ങിന് പല കാറ്റഗറി സെറ്റ് ചെയ്യുക. അല്ല സാധനം വളരെ ചെറിയൊരു എമൗണ്ടിന്, അതായത് 10 രൂപ പ്രോഡക്റ്റിന് നമ്മളൊരു 100 രൂപ 150 രൂപ ഷിപ്പിംഗ് ചാർജ് പ്രൊവൈഡ് ചെയ്യുക. ആൾക്കാർ മേടിക്കണമെന്നില്ല. സോ പ്രോപ്പറായിട്ട് ഷിപ്പിംഗ് ചാർജ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാത്തിനും ഫ്രീ ഷിപ്പിംഗ് നമുക്ക് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭയങ്കര നഷ്ടത്തിലേ വരിക്കത്തുള്ളൂ. സോ അത് പ്രോപ്പറായിട്ട് ഷിപ്പിംഗ് സെറ്റ് ചെയ്യാം. ഇനി അടുത്തത്, നമ്മൾ ചിലപ്പോ നമ്മളൊരു സബ്സ്ക്രിപ്ഷനിൽ ഒരു ആപ്പ് എടുത്തു, കാരണം നമുക്ക് അത്യാവശ്യമായിരുന്നു, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഫീച്ചർ വേണോ ആയിരുന്നു. സോ ഈ ഒരു ആപ്പ് എടുത്ത് അപ്പൊ നമുക്ക് ഒരു മാസം കഴിഞ്ഞു, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ സബ്സ്ക്രിപ്ഷൻ ചാർജ് പോകും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ആപ്ലിക്കേഷൻ ആവശ്യമില്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ കളയുക. അതായത് നമുക്കൊരു ഫീച്ചർ നമ്മളൊരു പർച്ചേസ് ചെയ്യോ മറ്റോ ചെയ്തോ ഒരു 1 മന്തോ മാത്രം മതിയെങ്കിൽ അത് പ്രോപ്പറായിട്ട് ആ ഒരു ബില്ലിംഗ് സർക്കിൾ വരുന്നതിന് മുമ്പ് തന്നെ ആ ആപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യുക. കാരണം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഈ എമൗണ്ട് ഡിഡക്റ്റ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇനി മറ്റൊന്ന്, നമ്മൾ വെബ്സൈറ്റ് ഓൾറെഡി ഒരു ഫ്രീ ടെംപ്ലേറ്റിൽ നമ്മുടെ വെബ്സൈറ്റ് ഫുൾ കംപ്ലീറ്റ് ചെയ്തു, അത് അപ്ഗ്രേഡ് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും സെയിൽസിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക. കാരണം ഒരുപാട് സെയിൽസ് വന്നാൽ മാത്രമേ നമുക്ക് വെബ്സൈറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. സോ സെയിൽസിലും മാർക്കറ്റിങ്ങിലും കൂടുതൽ ഫോക്കസ് ചെയ്യുക. നല്ലതാണ്. നമ്മൾ വെബ്സൈറ്റിൽ ഒരുപാട് ഫാൻസി സാധനങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ വെബ്സൈറ്റിന് ആൾക്കാർ മേടിക്കണമെന്നില്ല. സോ ഫോക്കസിങ് മോർ ഓൺ സെയിൽസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.